ഹലോ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മളിതേ ജിമ്മിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ വടുതല എത്തുന്നതിൻ്റെ മുന്നേ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് നടക്കാനേ ഉള്ളൂ, കുറച്ചുണ്ട്. എന്നാലും നമ്മളെല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചു വൈകുന്നേരം. അങ്ങനെ ഞങ്ങളിതേ ഫ്രണ്ടിലേക്ക് നടക്കുക. വീടിൻ്റെ അവിടെ നിന്ന് ബസ്സിനൊക്കെ പോകുക, പക്ഷെ ഞങ്ങൾ നടന്നിട്ടാണ് പോണത്. ഒരാൾക്ക് ജിമ്മിൽ പോയിട്ട് ശക്തിമാനാണോന്നൊക്കെ പറഞ്ഞത് കേട്ടോ, എക്സസൈസ് ഒക്കെ ചെയ്തിട്ട്. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടോ, പക്ഷെ മഴയൊന്നും പെയ്തില്ല. നമുക്ക് കാലാവസ്ഥ അനുകൂലമായിരുന്നു. അപ്പോൾ ഞങ്ങളിത് നേരെ നടക്കാൻ പോവാണ്. കുറച്ച് തോനെ നടക്കാനുണ്ട്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് നടക്കാൻ നല്ല രസമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ കഥയും കുറ്റവും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. റോട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്ന ഒരു ദോശക്കടയുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടുന്ന് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിത് ഓപ്പൺ ജിമ്മിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കുറേ പേര് വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞങ്ങളും അതുപോലെ ഓരോന്ന് ചെയ്യാണ് കേട്ടോ. നാളെ മുതൽ എന്തായാലും നമുക്ക് 6 മണിക്ക് രാവിലെ എണീറ്റ് വരണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇതാണെങ്കിൽ എല്ലാവരും പോലെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വരുമൊന്നുമില്ല കേട്ടോ. ഉറക്കം കളഞ്ഞിട്ട് നമുക്കൊരു പരിപാടിയില്ല. അങ്ങനെ ഞാൻ ഇത് അടിപൊളിയായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഞാനിപ്പോൾ ശക്തി ഗേളാവും കേട്ടോ. അങ്ങനെ ഞാനിത് അടുത്ത സംഭവം എടുത്ത് പൊക്കാൻ പോകണം. ഇതൊക്കെ എന്താണെന്ന് ആർക്കറിയാം. ഞാനിതൊന്ന് പൊക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് പൊക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, ഷോ കാണിക്കാൻ വേണ്ടി പൊക്കി, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് പൊക്കിയപ്പോൾ എന്തോ ഒരു വശപ്പശക്ക് പോലെ തോന്നിട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് പൊക്കിയിട്ടാണെങ്കിൽ അങ്ങോട്ട് പൊങ്ങണേ ഇല്ല കേട്ടോ. എങ്ങനെയാണാവോ ഇവരൊക്കെ ഇത് ഇങ്ങനെ എടുത്ത് പൊക്കണേ? ഇത് കുറച്ച് വെയിറ്റ് ആയിട്ടും പൊക്കാൻ പറ്റുന്നില്ല, ഇരുമ്പിൻ്റെയാണ്. എന്നാലും ഈ ജിമ്മിലുള്ളവരൊക്കെ എങ്ങനെ ഇതൊക്കെ എടുത്ത് പൊക്കണേന്ന് മനസ്സിലാവണില്ല. കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്തല്ലേ ശീലമാവുക. കണ്ടോ, ഞാനെടുത്ത് പൊക്കുന്നുണ്ട് എനിക്ക് ശക്തി കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ഇതേ വേറൊരാളും കൂടി ഇതേപോലെ വന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളും എടുത്ത് പൊക്കുന്നുണ്ട് കേട്ടോ. അധികം വെയിറ്റ് ഒന്നുമില്ല. പിന്നെ ഞങ്ങളിതേ അവിടെ ഈ സംഭവത്തിലൊക്കെ കയറിയിരുന്നു. ഇതെന്താണ് ഇത് വേറെന്തോ ഈ കുട്ടികളൊക്കെ കളിക്കുന്ന അങ്ങനത്തെ ഇതാകുന്നുണ്ട്. അങ്ങനെ അതിൽ കയറിയിരുന്നു. അതിൽ ഞാനിരുന്നിട്ട് അത് പൊട്ടി വീണൊന്നുമില്ല കേട്ടോ. അത്ര വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആകെ 51 കിലോ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ സാധനം നോക്കിയിട്ടോ, അതാണ് എത്ര പൊക്കിയിട്ടും പൊങ്ങണില്ല. അത് ഭയങ്കര ഭാരമുണ്ടായിരുന്നു. പിന്നെ ഈ സാധനം പെട്ടെന്ന് പൊങ്ങിയിട്ടോ. ഇതിങ്ങനെ വലിച്ചു താത്തുമ്പോഴേക്കും അത് ഇതാവുന്നുണ്ട്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. ഇതാകുമ്പോൾ കുഴപ്പമില്ല, അങ്ങനെ നിന്ന് കൊടുത്താൽ മതി. ഇതേ കാലിലിങ്ങനെ അട്ടി കൊടുത്താൽ ഇത് ഇങ്ങനെ ആവും. എൻ്റെ ദൈവമേ, എങ്ങനെയാണ് ഈ ജിമ്മിലുള്ളവരൊക്കെ ഇത് ഈ രാവിലെ ഒക്കെ എണീറ്റ് ഒന്ന് ചെയ്യണേന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ നല്ലൊരു എക്സസൈസും ആവും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോഴത്തേനും നമ്മുടെ കുക്കുവിൻ്റെ ഭർത്താവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഭാര്യയും ഭർത്താവും ഫ്രെയിമിലുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാട്ടോ ചേട്ടൻ വന്നത്. അപ്പോൾ അതൊക്കെ തന്നു. പിന്നെ ഞങ്ങളിതേ അവിടുന്ന് ഈ ഡാൻസ് ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ഡാൻസ് കളിച്ചു. ഈ ഡാൻസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഉണ്ട്. എല്ലാവരും പോയി കാണണം. പിന്നെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഒരു 7-8 മണിയായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. കുറേ പേര് അപ്പുറത്ത് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു ഈ പാലത്തിൻ്റെ അപ്പുറത്ത്. പിന്നെ ഞങ്ങളിത് ഇങ്ങനെ നിൽക്കുമ്പോൾ ബസ്സിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഞങ്ങളതൊക്കെ കേട്ട് എന്താണെന്ന് നോക്കി എന്തൊക്കെയോ ആളുകൾ പറയുന്നുണ്ട്. ഈ ടൈമിൽ പെൺകുട്ടികൾ അവിടെ നിൽക്കുന്നത് കൊണ്ടാവാം, അറിയില്ല. ഞങ്ങളതൊന്നും മൈൻഡിലെടുത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ വർത്താനം പറയുന്നു. ഇതൊക്കെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെയൊന്നും ഞങ്ങൾ വർത്താനം പറയാറില്ല. നടന്നിട്ടൊക്കെ വർത്താനം പറയാറ്. പിന്നെന്താ അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി. കുറച്ച് ടൈം ആയിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നു. പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു. ഇതെപ്പോഴും ഇവിടെ പള്ളിയല്ല, ഒരു കപ്പേള പോലെയാണ്. എപ്പോഴും ഇവിടെ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ നേരെ വന്നു. ചിറ്റൂരെത്തിയപ്പോൾ തന്നെ നമ്മൾ സ്വന്തം ചേട്ടൻ്റെ കടയിൽ കയറിയിട്ട് നമ്മൾ കഴിച്ചത് എന്തായിരുന്നു? ദോശ കഴിച്ചു. ആ ബുൾസൈ ഞങ്ങളതല്ല കേട്ടോ, അത് അപ്പുറത്ത് വന്ന ചേട്ടന്മാരതാണ്. ഞങ്ങൾ കഴിച്ചത് മറ്റേ സിംഗിൾ ഓംലേറ്റ് ആയിരുന്നു. ഇവിടുത്തെ ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ. 40 രൂപയുള്ളൂ 4 ദോശയും ഓംലേറ്റിനും കൂടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. 40 രൂപയ്ക്ക് നല്ല വേർത്താണ്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഈ ചേട്ടനാണ് നടത്തുന്നത്. ഇന്ന് ചേച്ചീനെ വീഡിയോ എടുക്കാൻ പറ്റിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വ്ളോഗ് ഇടാറുണ്ട് ഈ ദോശക്കടേൻ്റെ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ പോയിട്ട് കഴിച്ചൊരു സുഖമൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ നിന്നു. അപ്പോഴത്തേനും ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ചിറ്റൂരാണെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അധികം ആളില്ലാണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ പേര് ജോലി കഴിഞ്ഞ് പോണവരും അല്ലാണ്ട് അമ്പലത്തിൽ വന്നവരും അങ്ങനെ കുറേ പേര്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നീ ജ്യൂസ് ജംഗ്ഷനിൽ കയറിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാട്ടർമെലൻ്റെ ജ്യൂസ് കുടിച്ചു.
അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.